നോക്കൂ, ഇവിടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവർകളും അതുപോലെ BJPയുടെ മുൻ കേന്ദ്രമന്ത്രിയും കുറ്റപ്പെടുത്തുന്നത് ഇടത് സർക്കാരിനെ ആക്രമിക്കാനാണ് നോക്കുന്നത്. അവിടെയാണ് സംശയകരമായി എനിക്ക് തോന്നുന്നത്. ഇത് ഉണ്ടായ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാനാണ് നോക്കുന്നത്. നമുക്കറിയാം 2019 2020 നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ കൊറോണ, അതുപോലെ നിപ്പ, മഹാപ്രളയം വന്നു. ഇതൊക്കെ അതിജീവിച്ച ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ അതിജീവിച്ചു. നമ്മൾ കേരളം ഒന്നടങ്കം അതിജീവിച്ചു വന്ന ഒരു സർക്കാരാണ്. നമുക്കറിയാം, ഈ റോഡുകൾ, പാലങ്ങൾ, ഹോസ്പിറ്റൽ, അതുപോലെ പുതിയ സ്കൂളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണി പൂർത്തിയാക്കി. പാലങ്ങളുടെ വർക്കുകൾ നടക്കുകയാണ്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. കേരളം നേരിട്ട് നടത്തുന്ന പണികൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. UDF ഭരിക്കുന്ന സമയത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭരണ സമയത്ത് പാലാരിവട്ടം പാലത്തിൽ വിള്ളലുണ്ടായത് നമുക്കറിയാം. അത് വലിയ ഒച്ചപ്പാടും വലിയ വിവാദം ഉണ്ടാക്കിയ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള UDFിലെ പ്രധാന നേതാവായ ഈ വി.ഡി. സതീശൻ, പ്രതിപക്ഷ അദ്ദേഹമാണോ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിച്ചത്, സെൽഫി എടുത്തു എന്നൊക്കെ പറഞ്ഞാണ് ഗവൺമെൻറ്റിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നത്. ഇഷ്ടമില്ലാത്ത അച്ചി എന്ത് ചെയ്താലും കുറ്റമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പദ്ധതി മുടക്കാനും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന UDF സർക്കാരാണ്. BJPയും അതിൽ ഭാഗികമായി പങ്കുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത വിജയകരമായാണ് പൂർത്തിയാക്കിയത്. പിന്നെ ചില ഭാഗങ്ങളിൽ ചില തകരാറും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നേരത്തെ BJP പ്രതിനിധി സൂചിപ്പിച്ച പോലെ അതിൻ്റെ അങ്ങനെ പാകപ്പിഴ വരുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട നടപടികളെടുക്കും, അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാ ക്രെഡിറ്റും അടിക്കാൻ നോക്കിയ പിണറായി സർക്കാരിന് ഇപ്പോൾ തങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് എങ്ങനെ കൈകഴുകാൻ പറ്റും? നോക്കൂ സാർ, നേരത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ സതീശ് അവർകൾ പറഞ്ഞു, മന്ത്രിയെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എവിടെയും മുഖ്യമന്ത്രി ഇവിടെ കാണാനില്ലല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഒരു FB പോസ്റ്റ് ഇട്ടു, മുഹമ്മദ് റിയാസ് പോസ്റ്റ് ഇട്ടു. അത് അദ്ദേഹം സമയക്കുറവ് മൂലം കാണാതെ പോയതാണെന്നാണ് എൻ്റെ സംശയം. എങ്ങും ഒളിച്ചു പോയിട്ടില്ല. അദ്ദേഹം FBയിൽ പോസ്റ്റ് ഇട്ടു, ഇത് കൃത്യമായി ഇത് അന്വേഷിക്കും. മുഖ്യമന്ത്രി 6-ാം തീയതി ഒരു വലിയ ഒരു കമ്മിറ്റി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ, കളക്ടർ, അതിന് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി ഇതിൻ്റെ ഒരു അന്വേഷണം കൃത്യമായി അന്വേഷണം പോകുകയും ആരാണോ ഈ കരാർ കൊടുത്ത് ഇത് അശാസ്ത്രീയമായ രീതിയിൽ ഇത് ചെയ്ത തകരാർ കണ്ടുപിടിക്കുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. പിന്നെ ഈ പാലം നമ്മുടെ ഈ കേരള സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഇത് ശോഭ കെടുത്താൻ ചില ആൾക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആ വഴിക്കങ്ങ് വിട്ടേക്കുക. വികസന പ്രവർത്തനങ്ങളുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൽ മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ റോഡുകൾ ഇടിഞ്ഞ് പോകുന്നത് ആര് ശോഭ കെടുത്താൻ ശ്രമിക്കുന്നതാണ് ശ്രീ വെമ്പായി നസീർ? നമുക്കറിയാം, 9 വർഷമായി കേരള സർക്കാർ വികസനത്തിൻ്റെ പാതയിലാണ്. ഒന്നും ഇവിടെ നടക്കില്ല, ഇവിടെ നടക്കാൻ കഴിയില്ല, നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പ്രതിപക്ഷ പാർട്ടിക്കാർ, മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും ഒക്കെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടൊന്നും നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അതെല്ലാം വളരെ അത്ഭുതകരമായി വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സ്കൂളുകൾ പോയി നോക്കുക, പഴയ സ്കൂളൊന്നുമല്ല, എല്ലാം നല്ല സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ വെല്ലുന്നതിനേക്കാളും രീതിയിൽ സർക്കാർ സ്കൂളിനെ കുറിച്ച് പറയാൻ സമയം. അതുപോലെ പാലം, അതുപോലെ റോഡുകൾ എല്ലാം വികസനത്തിൻ്റെ പാതയിലാണ്. പിന്നെ ഈ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ 1, 2, 3 സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടാകും. അത് കരാറുകാർ ഇത് സമാധാനം പറയണം. ശരി, ഓക്കെ.